നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ISLൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനോട് മെയ് മറന്ന് പോരാടിയിട്ടുണ്ട്. അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ റിസൾട്ട് ഇവിടെ, പോയിന്റ് ഇല്ലാതെ, റിസൾട്ട് ഇല്ലാതെ കൊൽക്കത്തയിൽ നിന്ന് മടങ്ങി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആരാധകർക്ക് വലിയ നിരാശയാണ്. കോച്ചിനെതിരെയുള്ള വിമർശനങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും. ഇപ്പോൾ നോക്കുക, കളി കഴിഞ്ഞിട്ട് മിക്കാൽ സ്റ്റേർ പറഞ്ഞ വാക്കുകളുണ്ട്. ഫ്രം ദി എഫേർട്ട് പെർസ്പെക്റ്റീവ്, ഫ്രം സ്ട്രക്ചർ പെർസ്പെക്റ്റീവ് വി പ്ലേഡ് വെൽ. എഫേർട്ടിൻ്റെ കാഴ്ചപ്പാടിൽ നോക്കിയാലും സ്ട്രക്ചറിൻ്റെ കാഴ്ചപ്പാടിൽ നോക്കിയാലും ഞങ്ങൾ നന്നായി കളിച്ചിട്ടുണ്ട്, തർക്കമില്ല. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, നന്നായി കളിച്ചിട്ടുണ്ട്. ബട്ട് റിസൾട്ട് മാത്രം വരുന്നില്ല. കളി കഴിഞ്ഞിട്ട് സ്റ്റേർ തന്നാലും ആ ഒരു നിൽപ്പില്ലേ, എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ നിൽക്കുന്ന നിൽപ്പ്, അത് ഹൃദയത്തിലാക്കൊള്ളുന്നത് ആരാധകരുടെ. ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ രൂപം അതാണ്, പ്രതിരൂപമാണത് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇന്നത്തെ മത്സരം പല കാരണങ്ങൾ കൊണ്ട് അൺലക്കിയായിപ്പോയി. എല്ലാം കൂടി ചേർന്ന് അങ്ങ് തോൽപ്പിക്കുകയായിരുന്നു. സച്ചിൻ്റെ മിസ്റ്റേക്ക്, റഫറി പെനാൽറ്റി കൊടുക്കാത്തത്, പിന്നെ ആഷിഖുറിനെയും വന്നിട്ട് നടത്തിയിട്ടുള്ള മാസ്മരിക പ്രകടനം, അവസാന ഘട്ടത്തിലെ ആ ഒരു കിടിലൻ സ്ട്രൈക്കിലൂടെ മോഹൻ ബഗാന്റെ സെൻട്രൽ ബാക്ക് വിജയം കവർന്നെടുത്തത്. എന്തു പറയാനാണ്. പലരും പക്ഷെ കോച്ചിനെതിരെ വിമർശനങ്ങളുമായിട്ട് കോച്ചിനെ ഇമ്മീഡിയറ്റ് സാക്ക് ചെയ്യണമെന്ന് പറയുന്നുണ്ട് നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ. ഇവാൻ മുക്കോവിനോവിച്ചിനെ തിരിച്ചു കൊണ്ടുവരുമോ, അങ്ങനെ എല്ലാവരും വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ള, ഒരു വീഡിയോ ചെയ്യുമെന്നൊക്കെ കണ്ടു. ഇവാനോടുള്ള സ്നേഹം നമുക്കറിയാം. ആരാധകർക്ക് ഇവാനോടുള്ള സ്നേഹം പല കാരണങ്ങളുണ്ട്. അദ്ദേഹം ആളുകളോട് ഇടപഴകിയിരുന്ന രീതി, മീഡിയയിൽ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്തിരുന്ന രീതി, അതൊക്കെ വലിയ രൂപത്തിൽ ആരാധകരെ ആകർഷിച്ചിട്ടുണ്ട്. പിന്നെ കടുങ്കാപ്പി മീഡിയയുള്ള പാട്ട്, അതൊക്കെ ആരാധകരുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ റിസൾട്ടും മോശമല്ല. ഫൈനൽ കളിച്ചല്ലോ ആദ്യ സീസൺ, പിന്നെ 2 സീസണിലും പ്ലേ ഓഫ് കളിച്ചില്ലേ. അപ്പോൾ റിസൾട്ടും മോശമല്ല. ഇവിടെ ഇപ്പോൾ ആരാധകരോട് ഇടപഴകുന്ന രീതിയും ആളുകളോടുള്ള മാനേഴ്സും അതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു കോച്ചുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റില്ല. കാരണം അത് ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. പക്ഷേ റിസൾട്ട് വെച്ച് സ്വാഭാവികമായിട്ടും ആളുകൾ അളക്കും. അങ്ങനെ അളക്കുമ്പോഴാണ് സ്റ്റാർ പുറകോട്ട് പോകുന്നത്. പക്ഷെ അതൊക്കെ സ്റ്റാറയുടെ മാത്രം പ്രശ്നമാണോ എന്നുള്ളതാണ് ചോദ്യം. പലപ്പോഴും ഇൻഡിവിജ്വൽ എറേഴ്സ് വരുന്നു. ഗോൾ കീപ്പർ ബോൾ പിടിക്കാത്തതിന്, സുഖമായിട്ട് പിടിച്ചു ഒതുക്കേണ്ട ബോള് അല്ലെങ്കിൽ പുറത്തേക്ക് തട്ടേണ്ട ബോള് എതിരാളിക്ക് തട്ടിയിട്ട് കൊടുക്കുന്നതിന് കോച്ച് എന്താണ് ചെയ്യേണ്ടത്? കോച്ചിന്റെ ടാക്ടിക്സിന് അവിടെ എന്താണ് പ്രശ്നം, എന്താണ് പരിഹാരം? ഡിഫൻഡർമാർ പെനാൽറ്റി ഏരിയയിൽ വെച്ച് എതിരാളികൾക്ക് ബോൾ കൊടുക്കുന്നതിന് എന്താണ് പരിഹാരം? ഇൻഡിവിജ്വൽ എററാണത്. ട്രെയിനിങ് നടത്തുക, ഇൻഡിവിജ്വൽ എറർ വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക, റിപ്പീറ്റ് ചെയ്യുക, ഇതാണ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ഇവിടെ ഒന്നുകിൽ ഗോളി അല്ലെങ്കിൽ ഡിഫൻഡർ മിസ്റ്റേക്ക് വരുത്തുന്നത് ഇങ്ങനെ തുടരുകയാണ്. താരങ്ങളുടെ കോൺഫിഡൻസ് തിരികെ പിടിക്കണം. അതിന് കോച്ചിനെ മാത്രം പറഞ്ഞതുകൊണ്ട് പരിഹാരമാവില്ല എന്നർത്ഥം. ഇനി അതുമാത്രമല്ലെന്നേ, സാധാരണ കോച്ചുമാർ വന്നിട്ട് അവരാണ് ടീമിൻ്റെ ഘടന തീരുമാനിക്കുന്നത്. ഇവിടെ അങ്ങനെയാണോ സംഭവിച്ചത്? സ്റ്റാർ വരുന്നതിന് മുമ്പേ നോഹിൻ്റെ സൈനിങ് ഒക്കെ ഇവിടെ പൂർത്തിയായിരുന്നു. അതിപ്പോൾ നോഹ മോശം പ്രകടനമാണെന്നല്ല പറയുന്നത്. നോഹ കിടിലൻ പ്രകടനം, മിടുക്കൻ പ്ലെയറാണ്. പക്ഷെ കോച്ച് ആവശ്യപ്പെട്ട രീതിയിലുള്ള ടീമല്ല, സൈനിങ് അല്ല നടന്നിട്ടുള്ളത് എന്ന് പറയുക മാത്രമാണ് ചെയ്യുന്നത്. കോച്ച് വരുന്നതിന് മുമ്പ് തന്നെ ടീം ഓൾമോസ്റ്റ് ആയിരുന്നു. കോച്ച് വന്നതിന് ശേഷം എത്ര കളിക്കാരെ എടുത്തതെന്ന് നോക്കിയാൽ മതി. അതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതോടൊപ്പം തന്നെ ഈ ടീമിൻ്റെ ബെഞ്ച് സ്ട്രെങ്ത് നോക്കിയേ. ഇന്ന് മോഹൻ ബഗാൻ കളിച്ച ടീമുണ്ടല്ലോ, അതിൻ്റെ ബെഞ്ച് സ്ട്രെങ്തോ, അവർ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറക്കി വിട്ട താരങ്ങളോ, താപ്പയും കുരുണിയനും അടക്കമുള്ളവർ, അവരുടെ വിദേശ താരങ്ങളൊക്കെ നോക്കുക. അത് വെച്ചൊരു താരതമ്യമുണ്ടോ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ബെഞ്ച് സ്ട്രെങ്ത്തിൽ? സോ കോച്ചിനെ മാത്രം പറഞ്ഞതുകൊണ്ട് തീരില്ല ഈ പ്രശ്നങ്ങൾ. കോച്ചിനെ ഇമ്മീഡിയറ്റ് അങ്ങ് സാക്ക് ചെയ്തതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും എന്ന് കരുതേണ്ടതില്ല എന്നാണ് പറയുന്നത്. ഇപ്പം സച്ചിനും അതുപോലെ നോറയും സോംകുമാറുമാണ് നമ്മുടെ ഗോൾ കീപ്പർമാരായിട്ടുള്ളത്. പക്ഷേ മിസ്റ്റേക്സ് വരുന്നപ്പോൾ സച്ചിൻ്റെ മിസ്റ്റേക്ക് വന്നു, സോംകുമാർ കളിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മിസ്റ്റേക്ക്. എന്തുകൊണ്ടാണ് ഒരു എക്സ്പീരിയൻസ്ഡ് ഗോൾ കീപ്പർ കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ കൊണ്ടുവരാൻ കഴിയാതെ പോയത്? ഇത്തരം സന്ദർഭങ്ങളിൽ യുവതാരങ്ങളെ മാത്രം ആശ്രയിച്ച് പോകാൻ പറ്റില്ലല്ലോ. മിസ്റ്റേക്ക് വരുമ്പോൾ എക്സ്പീരിയൻസ്ഡ് ഹാൻഡ് കൂടി അവിടെ വേണ്ടേ? അതില്ലാതെ പോകുന്നു. അങ്ങനെയാണ് ടീമിൻ്റെ സ്വഭാവം മൊത്തത്തിൽ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മോശമല്ലാത്തൊരു ഫസ്റ്റ് 11 ഉണ്ടെങ്കിലും അതിനനുസരിച്ച് വേണ്ടിയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷനുകൾ ഇറക്കാൻ ആളുണ്ടോ എന്നതൊക്കെ ചോദ്യമായിട്ട് അവിടെ നിലനിൽക്കവേ കോച്ചിനെ സാക്ക് ചെയ്തുകൊണ്ട് പ്രശ്നം തീരില്ല. നോക്കുക,
കോച്ചിനെ പറഞ്ഞു വിട്ടെന്ന് കരുതുക, ഇമ്മീഡിയറ്റ്ലി അങ്ങ് സാക്ക് ചെയ്യുന്നു. എന്താ ഉണ്ടാകാൻ പോകുന്നത്? പുതിയ കോച്ച് വരും, പുതിയ കോച്ചിൻ്റെ സിസ്റ്റവുമായിട്ട് ഈ ടീം അഡാപ്റ്റഡ് ആവണം. അങ്ങനെ അഡാപ്റ്റഡ് ആയി വരുമ്പോഴേക്കും സീസൺ അങ്ങ് തീരും. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ പ്രശ്നങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് പരിഹരിക്കപ്പെടാവുന്നത് അതൊരു പ്രോസസ്സാണ്. ഒരു പ്രോസസ്സിലൂടെ സമയമെടുത്ത് പരിഹരിക്കപ്പെടേണ്ടതാണ്. വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലൊക്കെ ഒരു ഉടച്ചുവാർക്കൽ ശരിക്കും നടക്കേണ്ടതുണ്ട്. ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ അത്രമാത്രം അത് സാധിച്ചെടുക്കും എന്ന് കരുതേണ്ടതില്ല. ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം താരങ്ങളുടെ കോൺഫിഡൻസ് തിരികെ പിടിക്കാനുള്ള എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യുക. അത്യാവശ്യം വേണ്ട ചില മാറ്റങ്ങൾ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലൊക്കെ വരുത്തുക. മാക്സിമം നന്നായിട്ട് പൊരുതി പോവുക. അല്ലാതെ കോച്ചിനെ സാക്ക് ചെയ്തതോടുകൂടി ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും എന്ന് ഞാൻ കരുതുന്നില്ല. അത് കൂടുതൽ കോംപ്ലിക്കേഷനുകളിലേക്ക് ഇപ്പോൾ പോവുകയുള്ളൂ. ഇനി വേണമെങ്കിൽ ആരാധകരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആരാധകരുടെ ഈ രോഷം ഒന്ന് ശമിപ്പിക്കാൻ വേണ്ടി മാനേജ്മെൻറ്റ് ഒരു സ്കേപ്പ് ഗോട്ടിനെ കണ്ടെത്തണമെങ്കിൽ കോച്ചിനെ പറഞ്ഞു വിടാം. അത്രയും ഇപ്പോൾ പറയാൻ കഴിയും. നിങ്ങൾക്ക് ഒരുപക്ഷെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തി ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകൾ നമുക്ക് മുന്നോട്ട് പോകാൻ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.